ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ 6ാം ഘട്ട ചർച്ചകൾക്ക് ഡൽഹിയിൽ തുടക്കമായി. ചർച്ചകൾക്കായി അമേരിക്കൻ ഉന്നതതല സംഘം ഡൽഹിയിലെത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അജീഷ്, ഇത് നിർണായകമായ ഒരു ഘട്ടമാണല്ലോ. ഇന്ത്യ അമേരിക്ക ബന്ധം സംബന്ധിച്ച നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ 6ാം ഘട്ട ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിയിരിക്കുന്നത്. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ചർച്ചകൾക്ക്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? എന്തായാലും ജിക്ക് ഈ 6ാം ഘട്ട ചർച്ചകൾ തുടങ്ങി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഓഗസ്റ്റ് 25, 29 ഈ തീയതികൾക്കിടയിലാണ് ഈ 6ാം ഘട്ട ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ സമയത്താണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% തീരുവ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ വെർച്വലായിട്ട് ചർച്ചകൾ നടന്നുവെങ്കിലും നേരിട്ട് ഈ ചർച്ച നടക്കുന്നത് അതിനുശേഷം ഇതാദ്യമായിട്ടാണ്. അമേരിക്കയിൽ നിന്നുള്ള അവിടുത്തെ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് നേതൃത്വം നൽകുന്ന സംഘവും ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ച് വാണിജ്യ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഡെലിഗേഷനുമാണ് ഇന്നത്തെ ചർച്ച നടത്തുന്നത്. പ്രധാനമായും ഈ അമേരിക്കയുടെ ആവശ്യമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖല അത് തുറന്നു നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു നേരത്തെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് മാർച്ച് മുതൽ തുടങ്ങിയതാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു ഭിന്നാഭിപ്രായമാണ് നൽകിയിരുന്നത്. കാരണം ഈ ചോളം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. മാത്രമല്ല ക്ഷീരമേഖലയിലും അത്തരത്തിലുള്ളൊരു ആവശ്യം അമേരിക്ക ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ അതിന് എതിർപ്പ് അറിയിക്കുകയായിരുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉത്തരേന്ത്യയിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ കഴിയുന്ന ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയാണ് കാർഷിക ക്ഷീര മേഖല. സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ വലിയ രീതിയിൽ ബാധിക്കും. കൂടാതെ ഈ സാംസ്കാരികമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടി ഇന്ത്യ അതിൽ ഉയർത്തിയിരുന്നു. കാരണം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാലിലടക്കം അതിലെ മാംസമടക്കം അളവ് അവിടുത്തെ പശുക്കൾക്ക് മാംസമടക്കം നൽകുന്നത് തുടങ്ങിയ കാരണങ്ങൾ കൂടി ഇന്ത്യ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ചില കാരണങ്ങൾ ഉയർത്തിയാണ് ഇതുവരെ ഇന്ത്യ ഇതിനെ എതിർത്തിരുന്നത്. പക്ഷേ ഈ തീരുവ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ഈ ചർച്ചയെ എല്ലാവരും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്ന് ഒരു ദിവസത്തെ ചർച്ച മാത്രമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഈ തുടർ ചർച്ചകൾ തുടങ്ങേണ്ടത് അതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്തുകയാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏതായാലും ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കൂടി സ്വാധീനിക്കുന്ന ഒന്നായി ഈ സ്വതന്ത്ര വ്യാപാരത്തെക്കുറിച്ചുള്ള ഈ 6ാം ഘട്ട ചർച്ച മാറും. അതിന്റെ തുടക്കം ഇന്ന് ഡൽഹിയിൽ ആയിരിക്കുന്നു. ഒരു ദിവസത്തെ ചർച്ചയാണുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.